പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫാമിലെ വേസ്റ്റ് എല്ലാം അടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സീവേജ് പമ്പിൻ്റെ നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യുന്നതും ഇത് പമ്പ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്ന് കാണിക്കാൻ പോകുന്നത്. പിന്നെ ഇതിന് 30 mm വരെ സോളിഡ് പാസേജ് ഉള്ള ടൈപ്പ് മോഡലാണ് വരുന്നത്. ഇവിടെ ലൈൻ സ്റ്റേബിൾ അല്ല എന്നുള്ളതാണ്. 2 HP സിംഗിൾ ഫേസ് മോഡല് കറണ്ട് കൺസപ്ഷൻ വരുന്നുള്ളൂ. നിങ്ങളുടെ മോട്ടറിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫാമിലെ വേസ്റ്റ് എല്ലാം അടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സീവേജ് പമ്പിൻ്റെ ഇൻസ്റ്റലേഷൻ വീഡിയോയാണ്. നമ്മുടെ ടെക്നീഷ്യൻ ബിനിച്ചേട്ടനും സൈറ്റിലെത്തിയിട്ടുണ്ട്. നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യുന്നതും ഇത് പമ്പ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ എക്കി ഗ്രൂപ്പിൻ്റെ 2 HP സിംഗിൾ ഫേസിൽ വരുന്നൊരു മോഡലാണ് എടുത്തേക്കുന്നത്. നമുക്കറിയാം എക്കി ഹോമ എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ അലയൻസിൽ സീവേജ് പമ്പുകൾ വരുന്നുണ്ട്. കുറച്ച് പ്രൈസി ആണെങ്കിൽ പോലും നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് മാനുഫാക്ചർ ചെയ്യുന്ന രീതിയിലുള്ള പമ്പുകളാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ 2 HP പമ്പിന് തന്നെ ഏകദേശം 35,000 രൂപയുടെ അടുത്ത് വില വരുന്നൊരു മോഡലാണ്. ഞാൻ അതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ഹെവി ഡ്യൂട്ടി പർപ്പസിന് പറ്റുന്ന രീതിയിലുള്ള പമ്പുകളാണ് വരുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു പാനൽ ബോർഡ്, നമ്മളൊരു ഡ്രൈ റൺ പാനൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുഴി പറ്റിക്കഴിഞ്ഞാൽ തനിയെ കട്ട് ഓഫ് ആവുന്ന രീതിയിലും എന്തെങ്കിലും ഓവർലോഡോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ കട്ട് ഓഫ് ആവണം. അതേപോലെ ഇവിടെ വോൾട്ടേജിൻ്റെ വേരിയേഷൻ ഉള്ളതുകൊണ്ട് വോൾട്ടേജ് കുറഞ്ഞാലും കൂടിയാലും ഒക്കെ കട്ട് ഓഫ് ആവുന്ന രീതിയിലുള്ള ഒരു പാനലായിരിക്കും നമ്മൾ ഇതിന് വേണ്ടി വെച്ച് കൊടുക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ എൻ്റെ മോഡൽ കാണിക്കാം. ഇതാണ് നമ്മുടെ മോഡൽ വരുന്നത്. ഇത് ഫുൾ കാസ്റ്റിംഗ് കൺസ്ട്രക്ഷനാണ്. ഒന്ന് ക്ലോസപ്പ് കാണിച്ചു കൊടുത്തരാം. ഇത് ഞാൻ പറഞ്ഞ പോലെ 2 HP സിംഗിൾ ഫേസിൽ വരുന്ന മോഡലാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ സീവേജ് പമ്പിൻ്റെ കപ്പാസിറ്ററെല്ലാം ഇൻബിൽറ്റ് മൗണ്ടഡ് ആയിരിക്കും. പിന്നെ ഇതിന് 30 mm വരെ സോളിഡ് പാസേജ് ഉള്ള ടൈപ്പ് മോഡലാണ് വരുന്നത്. ഇത്രയേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും നല്ല ക്വാളിറ്റി ആയിരിക്കും. ഇവൻ്റെ കേബിള് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് എല്ലാം ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ്. ഞാൻ പറഞ്ഞാൽ അതിനനുസരിച്ച് തന്നെ ഒരു ചെറിയ പ്രൈസ് കൂടുതൽ വരും. നമ്മുടെ നോർമൽ റേഞ്ചിൽ വരുന്ന സീവേജ് പമ്പുകളിൽ നിന്നും കുറച്ച് പ്രൈസി ആയിരിക്കും. പക്ഷേ ഈ പറഞ്ഞ ഹെവി ഡ്യൂട്ടി പർപ്പസ് നിങ്ങളൊരു ലോങ് ലാസ്റ്റിംഗ് നല്ല ലാസ്റ്റിംഗ് കിട്ടുന്ന ഒരു ഐറ്റമാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്ന മോഡലുമാണ്. ആ ഹായ്, കാണാവോ കാണാവോ? കസ്റ്റമറുടെ ഇതിൽ നിന്ന് മനസ്സിലായത്. ചെക്ക് ചെയ്യാം. മിച്ചനോടത്തോ എന്തൊക്കെ ഇവിടെ ലൈൻ സ്റ്റേബിൾ അല്ല എന്നുള്ളതാണ് അറിവ്. അത് കാരണമാണ് ഈ ഡ്രൈ റൺ പാനലും പ്രിവെൻഷനും കാര്യങ്ങളുള്ള പാനൽ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അത് ടൈറ്റ് ചെയ്ത് ഇപ്പോൾ ഇവർ നിലവിൽ ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു സെപ്റ്റിക് ടാങ്കിൻ്റെ സിസ്റ്റമാണ്. ഇതിൽ ഓവർഫ്ലോ ആവുന്ന വെള്ളമാണ് ശരിക്കും നമ്മളിപ്പോൾ ഇട്ട ആ പിറ്റിൽ വന്ന് നിറയുന്നത്. ഒരുപാട് സോളിഡായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് 30 mm വരെ ക്ലിയറൻസിൽ 30 mm വരെ വലിപ്പമുള്ള സാധനങ്ങൾ കയറി വരാൻ പാകത്തിനാണ് നിലവിൽ അത് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ മോട്ടറിൻ്റെ നോർമൽ റണ്ണിങ് ആംബിയർ ആണ്. 4.3 4.2 റേഞ്ചിലാണ് മോട്ടർ ഇപ്പോൾ 2 HP സിംഗിൾ ഫേസ് മോഡല് കറണ്ട് കൺസപ്ഷൻ വരുന്നുള്ളൂ. നമ്മൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഡിസ്ചാർജ്. നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ 1.5 ഇഞ്ചാണ് അതിൻ്റെ പൈപ്പ് സൈസ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ കസ്റ്റമറോട് 2 ഇഞ്ചായിട്ട് അപ്പ് സൈസ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നമ്മൾ ഓൾട്ടിമീറ്ററിൽ അളന്നപ്പോൾ ഏകദേശം 10-10.5 മീറ്ററോളം ഹൈറ്റ് ഡിഫറൻസും ഉണ്ട്. ഒരു 70 മീറ്ററോളം ലെങ്ത് ഉള്ള ഒരു സൈറ്റാണ്. അപ്പോൾ നമുക്ക് ആ മോട്ടറിന് കിട്ടേണ്ട എഫിഷ്യൻസിയിൽ നിന്ന് എനിക്ക് തോന്നുന്ന ഒരു 20-25% ഡിസ്ചാർജ് ഇപ്പോൾ കുറവായിരിക്കും കിട്ടുന്നത്. കാരണം പൈപ്പ് സൈസ് അത്രയ്ക്ക് ചെറുതായതുകൊണ്ട് 2-ന് പകരം 1.5 യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പർപ്പസിനായിട്ട് മാക്സിമം വലിയ പൈപ്പ് സൈസ് യൂസ് ചെയ്യാനുള്ള ശ്രമം നടത്തുക. ചേട്ടൻ പിറ്റ് പറ്റുന്നുണ്ടോ?
ഇത്തിരി ഉറക്കെ പറഞ്ഞ കാരണം ബൈക്കിൽ അല്ല ഫില്ലായി കിടന്ന പിറ്റിപ്പോൾ ഒരടിയുടെ അടുത്ത് താഴെ പോയിട്ടുണ്ട്. അടിയിൽ നല്ല അടിയിൽ ഭയങ്കര സ്ലറിയാ, അതുകൊണ്ട് മോട്ടോർ ഒരു പകുതിക്കാണ് ഇപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഫിറ്റ് ക്ലീൻ ചെയ്തിട്ട് കറക്റ്റ് താഴേക്ക് ഇറക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ കസ്റ്റമർ. നിങ്ങളുടെ മോട്ടറിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? പറയാം, സമയമായിട്ടില്ല. ആളെ ഞങ്ങളെ പിടിച്ചു നിർത്താൻ പറ്റിയ ഒരാളെ ഇവിടെ തന്നെ നിർത്തിയിട്ടുണ്ട്. പിറ്റ് പറ്റി കഴിഞ്ഞിട്ട് നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോകുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഫാമിലേക്കും ഈ സെയിം മോഡൽ തന്നെ നമുക്ക് ഹോട്ടൽ വേസ്റ്റ് അടിക്കാനും സെപ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്യാനും എല്ലാ പർപ്പസിനും വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. അപ്പോൾ ഈ പമ്പുകളെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒന്നായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.